നിങ്ങൾ വെള്ളഗവിയിൽ പോയാൽ താമസിക്കാനായിട്ട് 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതായത് 2 ക്യാമ്പ് സൈറ്റേ ഉള്ളൂ. ഒന്ന് ഈഗിൾ നെസ്റ്റും, ഒന്ന് ഓൾഡ് കൊടൈ ക്യാമ്പ് സൈറ്റും. ഞാനേതായാലും ഈഗിൾ നെസ്റ്റിലാണ് താമസിച്ചിട്ടുള്ളത്. ഈഗിൾ നെസ്റ്റാണ് കുറച്ചും കൂടിയും ഒരു സൈലൻറ്റും കുറച്ചും കൂടിയും ഒരു എക്സോട്ടിക് വൈബൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾ വലിയൊരു ഗ്യാങ്ങാണ്, വലിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് വരുന്നത്, നിങ്ങൾക്ക് ഓൾഡ് കൊടൈ എടുക്കാവുന്നുള്ളൂ. അവിടെ ഒരു വോളിബോൾ കളിക്കാനും അതുപോലെ തന്നെ ക്യാമ്പ് ഫയറും അതുപോലെ തന്നെ വലിയൊരു സ്വിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കുറച്ചും കൂടിയും എൻജോയ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈഗിൾ നെസ്റ്റിൽ ഇതുപോലെ മരം കൊണ്ട് ഉണ്ടാക്കിയ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അത് ഭയങ്കര രസകരമായിട്ട് ലൊക്കേഷനാണ്. നമുക്ക് അവിടെ നിന്ന് ശരിക്കും ഒരു ക്ലിഫിൻ്റെ മേലെ നിന്ന് നോക്കുന്ന ഒരു വ്യൂവും എറൗണ്ട്, അതായത് വെള്ളഗവിയുടെ ഒരു 360 ഡിഗ്രി വ്യൂവും കാണാൻ പറ്റും. ഇതൊരു മാവിൻ്റെ മേലെയാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഞാനും എൻ്റെ സുഹൃത്ത് സ്നിതിനും കൂടിയും പുതുതായി പരിചയപ്പെട്ട മോഹനുമായിട്ട് കുറേ നേരം അവിടെ സംസാരിച്ചിരുന്നു കേട്ടോ. മോഹൻ്റെ വീട് ഒട്ടൻചിത്രത്താണ്. ഒട്ടൻചിത്രത്തിന് കുറേ അടുത്താണ് കൊടൈക്കനാൽ. അപ്പോൾ ഒട്ടൻചിത്രത്തും കൊടൈക്കനാലിലുള്ള ഒരുപാട് വിശേഷങ്ങളും അവിടുത്തെ കഥകളൊക്കെ മോഹന് പറഞ്ഞു തന്നു കേട്ടോ. മോഹന് നല്ലൊരു യാത്രികനാണ്. കുറേ രസകരമായ അനുഭവങ്ങളും കഥകളൊക്കെ മോഹന് പങ്കുവെക്കാനുണ്ട്. രാത്രി ചെറിയൊരു ക്യാമ്പ് ഫയറും അതുപോലെ തന്നെ ഡിന്നറൊക്കെ കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു. തുടർച്ചയായി 9 കിലോമീറ്റർ നടന്നതിൻ്റെ എല്ലാ ക്ഷീണവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ കാലത്ത് കയറി കിടന്നു കേട്ടോ. അതുകൊണ്ട് രാവിലെ എണീച്ചപ്പോൾ എനിക്ക് ശരിക്കും ആ പ്രഭാതം ഭയങ്കര ബ്യൂട്ടിഫുള്ളായി തോന്നി. ആ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഒന്ന് ശരിക്കും ആ ക്യാമ്പ് സൈറ്റിന് ശരിക്കും നടന്ന് കണ്ടത് രാവിലെ ആട്ടോ. ഈ ക്യാമ്പ് സൈറ്റിന് ചുറ്റും ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. അതായത് മെയിൻലി ഉള്ളത് വാഴയുണ്ട്, അതുപോലെ തന്നെ കോഫി ഉണ്ട്, കാടമ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ ഏകദേശം 8 മണിയായപ്പം ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടോ. നല്ല ഇഡ്ഡലിയും അതുപോലെ സാമ്പാർ ഐറ്റംസ് ഒക്കെ ആയിരുന്നു. ഈ ക്യാമ്പ് സൈറ്റിൽ കിച്ചൺ ഇല്ല. അതുകൊണ്ട് താഴെ വെള്ളഗവിയിലെ വില്ലേജിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് വേണം ഇവിടുന്ന് കഴിക്കാനായിട്ട്. ഇവിടെയുള്ള വാഷ്റൂമും സൗകര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അങ്ങനെ അത്ര മോശമായിട്ടുള്ള വാഷ്റൂംസ് ഒന്നും അല്ല. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ട്രെക്ക് ചെയ്ത് ആരംഭിച്ചിട്ടോ. ഇന്ന് നമുക്ക് ശേഷം 6 കിലോമീറ്റർ നടന്ന് വേണം പോകാനായിട്ട്. നമ്മൾ ഡോൾഫിനോസ് എന്ന് പറഞ്ഞ കൊടൈക്കനാലിലെ വൺ ഓഫ് ദ ഐക്കോണിക് ആയ ടൂറിസ്റ്റ് സ്പോട്ടിലെത്തും. നമ്മുടെ പ്രേമം സിനിമയിലെ മലരെ എന്നുള്ള ഗാനൊക്കെ ഷൂട്ട് ചെയ്ത് അവിടെയാണ്. ചില ട്രെക്കേഴ്സ് കുംഭകരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം കൊടൈക്കനാലിൽ നിന്ന് നേരെ വെള്ളഗവിയിലോട്ട് വന്നിട്ട് നമ്മുടെ ഈഗിൾ നെസ്റ്റ് താമസിക്കുകയും തിരിച്ച് നെക്സ്റ്റ് ഡേ കയറി പോകുന്ന ഒരു പ്രോസസ്സ് ചെയ്യാറുണ്ട്. അതാകുമ്പോൾ കുറച്ചും കൂടി വെള്ളഗവി കാണാനും പറ്റും. ഒരുപാട് ട്രെക്ക് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. പക്ഷേ ഞങ്ങൾ ശരിക്കും കൊടൈക്കനാലോട്ട് നടന്ന് പോകണം എന്നുള്ളൊരു വാശിയുള്ളതുകൊണ്ട് തന്നെ കുംഭകരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് കൊടൈക്കനാലിലേക്ക് പോയത് കേട്ടോ. കൊടൈക്കനാൽ എന്ന് പറയുമ്പോൾ നമ്മൾ വട്ടക്കനാൽ വരെയാണ് എത്തുക. വെള്ളഗവിയിലോട്ട് വണ്ടികളൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കഴുതപ്പുറത്താണ് എല്ലാ സാധനങ്ങളും എത്തുന്നത്. സിലിണ്ടർ തൊട്ടിട്ട് എല്ലാ ഐറ്റംസും ഇതുപോലെ കഴുതപ്പുറത്ത് വേണം കൊണ്ടുവരാൻ. അപ്പം ഇവർ പോണ സമയത്ത് ഇടയ്ക്ക് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് പോകേണ്ടി വരും. അതൊക്കെ ശരിക്കും ഹിമാലയൻ ട്രക്കിലേക്ക് പോകുമ്പോൾ സ്ഥിരമുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ കുറേ ആനിമൽസിനെയും ചെറിയ സൈറ്റിംഗ് ഒക്കെ കിട്ടി. അങ്ങനെ പതുക്കെ ഞങ്ങൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 6 കിലോമീറ്റർ ഇന്നത്തെ ദിവസം നമുക്കൊരു 11-12 മണിയാകുമ്പോൾ വട്ടക്കനാൽ എത്തുമെന്ന് വിചാരിക്കുന്നു.